السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക് ആൻഡ് മൈമൻ അക്കാഡമി നടത്തിറങ്ങത്തെ റമദാൻ ഖുർആൻ ക്ലാസ്സിലെ 7ാമത്തെ നാളിലേറ്റിക്കിരുന്നങ്ങ ഒട്ടുകൂടിരെ അല്ലാഹു തആല ഞങ്ങളെ ഈ കാര്യങ്ങൾ അല്ലാഹു തആല സ്വാലിഹായ അമാലുകളായിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തു യാസീന്റെ 28ാമത്തെ ആയത്തെ ഏറ്റിക്കിട്ടുണ്ട് ഞങ്ങൾക്ക് ചൊല്ലവുല്ലേ. കഴിഞ്ഞ ഒരു പേജിൽ അല്ലാഹു തആല വദരിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഓർഡർ പിടിച്ചിട്ട് ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ ചൊല്ലുന്ന ആയത്തോൽ അല്ലാഹു തആല ഒരു റായത്തിൽ 3 നബിമാർ പോയിട്ട് ദഅവത്താക്കിയിട്ട് ആ റായത്തങ്ങന്തും ആ അമ്പിയാക്കന്മാർ ചൊന്നതുപോലെ കേൾക്കാണ്ടെ ആ അമ്പിയാക്കന്മാരെ കംപ്ലീറ്റ് ആയിട്ട് ആക്കിയതും അതുപോലെ ആ അമ്പിയാക്കന്മാരെ ഫോളോ ആക്കിയങ്ങനത്തെ ഹബീബുൻ നജ്ജാർ ചൊല്ലൊരു വ്യക്തിയെ ക്രൂരമായി ശിക്ഷിച്ചങ്ങനത്തെ ഒരു ചരിത്രമായിട്ട് അല്ലാഹു തആല ഈ സൂറത്തു യാസീന്റെ ഒരു പേജ് ഫുള്ളായിട്ട് അല്ലാഹു തആല അങ്ങ് പഠിപ്പാട്ടി തന്നിരെ. അങ്ങ് മുന്നലെ ചൊന്നുന്ന സൂറത്ത് യാസീൻ ചൊല്ലത് ഖുർആന്റെ കൽബ് പോലെയുള്ള അങ്ങനത്തെ ഒരു സൂറത്തായിട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഈ ഹൃദയഭാഗത്തിൽ ഖുർആന്റെ ഹൃദയഭാഗത്തിൽ മെയിൻ പാർട്ടില് ഒരു പേജ്, ആ സൂറത്തിലെ ഒരു പേജ്, സൂറത്ത് യാസീന് ഉള്ളമേ ഒരു 4.5 ഒരു 5 മുട്ട പേജ് മാത്രമല്ലേ. അതിൽ ഒരു പേജ് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഘടന വിശദീകരിക്കുക വിവരണയാക്കുക അല്ലാഹു തആല ಅದಕ್ಕೆ ಬೇನಾയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരണാക്കുക ಬೇനായിട്ട് അല്ലാഹു തആല യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ಅದರ മഹത്വ, ಅದರ ഒരു ഗാംഭീര്യത്തെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് അതിനെ ഞങ്ങൾ കാണുന്ന അഗത്യമുണ്ട്. അപ്പൊ അങ്ങനത്തെ റായത്ത് ആൽമാർ ആവുക തീര എന്ന നിലക്കാണ് അല്ലാഹു തആല ഞങ്ങളിട്ട എന്താക്കിയിട്ടുള്ളേ എച്ചരിക്ക തന്നിട്ടുള്ളേ. ഇനിയുള്ള ആയത്തുകളിൽ ആ റായത്തങ്ങ ഇങ്ങനെ സ്വീകരിക്കാത്ത ടൈമിലും എന്താണ് അല്ലാഹു തആല അങ്ങലൊട്ടിಗೆ കാട്ടി ഇങ്ങനത്തെ ക്രമ നടപടി എന്തായിട്ടാണ് വിശദീകരിക്കുന്നത്. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين وما أنزلنا على قومه ആ ഹബീബുൻ നജ്ജാറിനെ സമൂഹത്തിക്ക് ഞങ്ങൾ ഇറക്കിയില്ല. മിൻ ബഅദിഹി ആ ഹബീബുൻ നജ്ജാർ ഷഹീദായാൽ പിന്നെ ആ ഹബീബുൻ നജ്ജാർ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടിട്ട് ഹുതാത്മായാൽ പിന്നെ ഞങ്ങൾ ആ കൗമുക്ക് ഞങ്ങൾ ഇറക്കി കൊടുത്തില്ല. എന്തിനിറക്കിയിട്ടില്ല? മിൻ ജുന്ദിൻ മിനസ് സമാ, ആകാശത്തെ ഒരു സൈന്യന്തും ഞങ്ങൾ ഇറക്കി കൊടുത്തിട്ടില്ല. അങ്ങനെ ശിക്ഷിക്കുകയായിട്ട് ആ സമൂഹത്തെ ശിക്ഷിക്കുകയായിട്ട് ആകാശത്തിൽ നിന്നിട്ട് വിശേഷമായിട്ടുള്ള അങ്ങനത്തെ ഒരു സൈനിക പട, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന മലക്കുങ്ങ, അതിശക്തരായ അങ്ങനത്തെ ഒരു നിലക്കും സോപ്പാട്ടുക ആവാത്തങ്ങനത്തെ മലക്കുങ്ങളെ ഞങ്ങ ഇറക്കി കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങ ശിക്ഷിച്ചിട്ടില്ല. വമാ കുന്ന മുൻസിലീൻ, അങ്ങനെ മലക്കുങ്ങളെ ഇറക്കിയിട്ട് മലക്കുങ്ങളെ എലിപ്പാട്ടിട്ട് മലക്കുങ്ങളെ സൈനിക പട ഇങ്ങനെ എലിപാട്ടിട്ട് ശിക്ഷിക്കണങ്ങനത്തെ ഒരു റൂഢിയും ഞങ്ങൾക്കില്ലാന്ത്. വമാ കുന്ന മുൻസിലീൻ, ഞങ്ങൾ ഇറക്കട ആൽമാറും ആയിട്ടില്ലാന്ത്. പിന്നെ അങ്ങനെ ശിക്ഷിച്ചതെങ്ങനെ? ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ, അങ്ങനെ ശിക്ഷിച്ചത് അത് ഒരു വലിയൊരു സ്ഫോട മാത്രമായിട്ടുണ്ട്, വലിയൊരു അട്ടഹാസം മാത്രമായിട്ടുണ്ട്, ഘോരമായിട്ടുള്ള ഒരു ശബ്ദമായിട്ടുണ്ട്.
ആ ഒരു ഘോരമായിട്ടുള്ള ഒരു ശബ്ദ അവിടെ ഉണ്ടായപ്പമേ എന്തായി വിട്ടാരങ്ങ ഫഇദാഹും ഖാമിദൂൻ, അങ്ങെല്ലാരും വെണ്ണൂറായി പോയാറ്, കെട്ടടങ്ങിപ്പോയാറ്, അല്ലെങ്കിൽ അങ്ങെല്ലാരും പൊലിഞ്ഞു പോയാറ്. വല്ലാതെ അർസത്തിലും വല്ലാതെ കിബിറിലും അഹങ്കാരത്തിലും മുങ്ങിട്ടിന്നങ്ങനത്തെ ഭയങ്കരമായ പ്രതിഷ്ഠലും വലിയ കിബിറിലായിട്ട് ഇന്നങ്ങനത്തെ ആ സമൂഹ ഒരു സ്ഫോട ഉണ്ടായ കാരണത്തിലായിട്ട് അങ്ങ് തീ പൊലിണ്ടതുപോലെ അങ്ങ് പൊലിഞ്ഞു പോയാറിട്ടാണ് ഖുർആൻ ചൊന്നിട്ടില്ലേ. അങ്ങനെ ശിക്ഷിക്കുക ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ കഷ്ടം ഉണ്ടായിട്ടില്ല എന്നിട്ടാണ് അള്ളാഹു തആല ചൊല്ലുന്നത്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു സൈനിക പടരെ ഞങ്ങൾ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ ഇറക്കിടങ്ങനത്തെ ഒരു സ്വഭാവവും ഒരു റൂഢിയും നമുക്കില്ല എന്നാണ് അള്ളാഹു താല ചൊന്നത്. അതില് ഒരു സൂചന ഉണ്ട്, ഞങ്ങൾ ഇത്രത്തോളം ഇറക്കിയിട്ടില്ല എന്ന് ഇനി ഇറക്കിടാച്ചുള്ള ഒരു സൂചന ഉണ്ട്. നമുക്കുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്നൽ പിന്നെ നബിത്തങ്ങ ആക്കി അങ്ങനത്തെ പല യുദ്ധത്തില് അള്ളാഹു താല മലക്കുങ്ങളെ ഇറക്കിയിട്ട് ശത്രുങ്ങളെ അള്ളാഹു താല ശിക്ഷിച്ചിട്ടിന്ന. ബദർ യുദ്ധത്തിലെ എത്രമാ മലക്കുങ്ങൾ അള്ളാഹു താല ഇറക്കിയിട്ട് ബദറില് ശക്തമായിട്ട് ഹോറാട്ടാക്കിന്നാറല്ലേ. ബദരീങ്ങ ചൊല്ലത് കേവല മനുഷ്യന്മാരായിട്ടുള്ള സ്വഹാബിങ്ങ മാത്രമായിട്ടില്ല, ಅಂತ മലക്കുങ്ങളെ കൂട്ടത്തിലും ബദരീങ്ങ ഉള്ളാർ. അൻസൽനാ ജുനൂദൻ ലം തറൗഹ, ആ നാലുണ്ട് ബദർ നാലുണ്ട് നിങ്ങൾ കാണാത്തങ്ങനത്തെ പല സൈനിക പടയുടെ ഞങ്ങൾ ഇറക്കിട്ടിന്നാട്ട് അള്ളാഹു താല ചെന്നിട്ടില്ല. അപ്പൊ പൺ നബിത്തങ്ങളെ മുന്നൽത്തെ കാലത്തില് അങ്ങനെ മലക്കുങ്ങളെ സൈനിക പടയുടെ ഇറക്കിയിട്ട് അണ്ടത്തെ ആൾമാരെ സമൂഹത്തെ ശിക്ഷിക്കിടങ്ങനത്തെ ഒരു റൂഢി ഇന്നിട്ടില്ല. പക്ഷെ നബിത്തങ്ങ വന്നാൽ പിന്നെ നബിത്തങ്ങളെ സമൂഹത്തെ അള്ളാഹു താല ശിക്ഷിക്കുമ്പോ, അല്ലെങ്കിൽ നബിത്തങ്ങളെ സ്വീകരിക്കാത്തങ്ങനത്തെ ശത്രുങ്ങളെ ശിക്ഷിക്കുമ്പോ അത് ഒരു പല പണ്ടത്തെ അമ്പിയാക്കന്മാരെ ശത്രുങ്ങളെ ശിക്ഷിക്കുന്ന രൂപത്തിലല്ല അള്ളാഹു താല ശിക്ഷിച്ചത്. പണ്ടത്തെ ആൾമാരല്ല, ഒരു ചെറിയൊരു സ്ഫോടമാ ഒരു ചെറിയ രൂപത്തിലാണ് ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ചെറിയ രൂപത്തിൽ എന്നെങ്കിൽ അള്ളാഹുടെ കണ്ണിൽ ചെറിയ രൂപത്തിലാണ്, പക്ഷെ അങ്ങത് അങ്ങനെ സർവനാശത്തിന് അത് കാരണമായിട്ടുണ്ട്. അതേ ടൈമിൽ അള്ളാഹു താല നബിത്തങ്ങളെ ശത്രുങ്ങളെ ശിക്ഷിക്കുമ്പോൾ അതൊരു ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ശിക്ഷയാണ് അള്ളാഹു താല ശിക്ഷിച്ചിട്ട് വേണ്ടിയത്. ആ രൂപത്തിലാണ് അള്ളാഹു താല ബദറിലും അല്ലാത്ത യുദ്ധത്തിലെല്ലാം മലക്കുങ്ങളെ ഇറക്കിയിട്ടില്ല. അതിന്റെ ಬಗ್ಗೆ മുഫസ്സിരിങ്ങ ചൊല്ലാറ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് അള്ളാഹു താല ഇങ്ങനെ ഒരു നടപടി നബിത്തങ്ങളെ കൗമുടെ ശിക്ഷിക്കുമ്പോ എന്തിനാണ് മലക്കുകളെ ഇറക്കിയിട്ട് ശിക്ഷിച്ചത്? അത് തഅലീമല്ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റെസ്പെക്ട് ആക്കുകയായിട്ട്, നബിത്തങ്ങളെ ബഹുമാനിക്കുകയായിട്ട്. എന്തൊരു ബഹുമാനാണ് നബിത്തങ്ങളെ സ്വന്തം വ്യക്തിത്വത്തിಗೆ എത്രമാ ബഹുമാനങ്ങൾ അല്ലാഹു തആല കൊടുത്തറ. നബിത്തങ്ങളെ ബഹുമാനിക്കുകയായിട്ട് നബിത്തങ്ങളെ ശത്രുടെ പോലും ഒരു ലോക്കൽ ശത്രുടെ അല്ല അള്ളാഹു താല കൊടുത്തരെ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അങ്ങനത്തെ ലോക്കൽ ലെവലിന്റെ ശത്രുടെ അല്ല അള്ളാഹു കൊടുത്തരെ. ആ ശത്രുടെ പോലും ശിക്ഷിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിലാണ് അള്ളാഹു താല ശിക്ഷിച്ചിട്ടാണ് ചൊന്നിട്ടുള്ളത്. ശത്രുക്കളെ കാര്യത്തിൽ പോലും നബിത്തങ്ങളെ അള്ളാഹു താല ബഹുമാനിച്ചിറ. അതുകൊണ്ടാണ് ആ ശത്രുങ്ങളെ ശിക്ഷിക്കുമ്പോ അള്ളാഹു താല മലക്കുകളെ ഇറക്കിയിട്ട് ശിക്ഷിച്ചിട്ട് മഹാന്മാർ നമുക്ക് പടിപ്പാട്ടി തണ്ടാർ. ആ ഒരു സൂചന കൂടി ഈ ആയത്തിലുണ്ട്. വമാ കുന്നാ മുൻസിലീൻ, ഞങ്ങൾ മുന്നോലും മലക്കുകളെ ഇറക്കിയിട്ട് മലക്കുകളെ ഇറക്കിയിട്ട് ശിക്ഷിക്കിടങ്ങനത്തെ ഒരു സ്വഭാവം എന്നിട്ടില്ലേ. ജസ്റ്റ് ഒരു ചെറിയൊരു സ്ഫോട്ടം കൊണ്ടിട്ട് മാത്രമാണ് ബാക്കിയുള്ള സമൂഹത്തിലെ ഞങ്ങൾ എന്താക്കി സർവനാശാക്കുന്നത്. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൗമുടെ അങ്ങനെ ആ രൂപത്തിൽ നാശാക്കില്ലല്ലോ, യുദ്ധരൂപത്തിലും അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ആയ രൂപത്തിലാണ്.
ശത്രുങ്ങളെ കൊണ്ടുപോലും തഅലീം കിട്ടിയ ഒരു വലിയ നേതാവായിട്ട് അങ്ങനെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻ കാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാ ഹും ഖാമിദൂൻ. ആ അമ്പിയാക്കന്മാരെ നിരാകരണാക്കി, അങ്ങനത്തെ റിജക്ട് ആക്കി, അങ്ങനത്തെ ആൽമാരെ സർവനാശക്കൊരു സ്ഫോಟ മാത്രമേ ഏത്ത് അല്ലാഹു തആല ഒരു ശിക്ഷ ഇറക്കുക വലിയ കഷ്ടമില്ലെന്ന് തോന്നുന്നില്ല. എത്രയോ പിന്നെ അല്ലാഹു തആല ചൊന്ന പോലെ കേൾക്കാത്തങ്ങനത്തെ ആൽമാരുടെ നിറഞ്ഞിട്ടെന്തെങ്കിലും ചിലപ്പോ അല്ലാഹു തആല ശിക്ഷ ഇറക്കില്ലേ. അത് അല്ലാഹു തആലയുടെ കഴിവില്ലാത്തത് കൊണ്ടെന്തുമല്ല, അല്ലാഹു തആലയുടെ കഴിവ് കേടല്ല, അത് അവനക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, മറിച്ചിട്ട് അത് ഒന്നും അവന്റെ റഹ്മത്ത് കൊണ്ടാണ്. അതിനവനിങ്ങനെ പോസ്റ്റ് പോൺ ആക്കിക്കൊണ്ട് പോണ്ട, അതിനെ മുൻവരിച്ചുകൊണ്ട് പോണ്ട ഇപ്പൊ വേണ്ട എന്ന നിലക്ക്. ഒന്നവന്റെ റഹ്മത്താണ്, പിന്നൊന്നും അവണു ചിലപ്പോ അത് ഇസ്തിദ്റാജ് എന്ന നിലക്കേറ്റിക്കും. ഇസ്തിദ്റാജ് ഒന്നെങ്കിൽ ഇങ്ങനെ സഡിൽ ബുട്ടിട്ടു പെട്ടെന്ന് ഓർക്ക അല്ലാഹു തആല വലിച്ചു വിടുക. പെട്ടെന്ന് അല്ലാഹു തആല ചിലപ്പോ എന്താക്കി വിടുക, ശിക്ഷിച്ചു വിടുക. അപ്പൊ ഏതെങ്കിലും ഒരു ബെടക്കായ കാര്യം അങ്ങ് ആക്കുമ്പോ അള്ളാഹുടെ ഭാഗത്തിൽ ശിക്ഷ ഒന്നും വന്നോട്ടില്ലല്ലേ എന്ന നിലക്ക് അതിങ്ങനെ മുൻപറിഞ്ഞോണ്ട് പോണ്ടത് അത് മൂർഖത്തനായിട്ടിക്കരുത്. അള്ളാഹു താല തന്നെ ശിക്ഷിച്ചോണ്ടില്ല, അള്ളാഹു താല ശിക്ഷിക്കുക ആയിട്ടില്ല എന്ന നിലക്ക് മുൻപറിഞ്ഞു പോകണം. ദുനിയാവിലു ശിക്ഷ കിട്ടത് ചൊല്ലത് ദുനിയാവിലെ അള്ളാഹു താല ചിലപ്പോ എല്ലാ കാര്യത്തിലും ശിക്ഷ തറന്നോണ്ടില്ല. ചിലപ്പോ ചിലതുകെല്ലാം ആഖിറത്ത് അള്ളാഹു താല നീട്ടിവെക്കിട. യാ ഹസ്രതൻ അലൽ ഇബാദ് മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പിന്നെ അല്ലാഹു തആല ചൊന്നിട്ടുള്ള യാ ഹസ്രതൻ അലൽ ഇബാദ്, ചില മനുഷ്യന്മാരെ അവസ്ഥ എന്തൊരു ദുരവസ്ഥയായിട്ടിക്കറ്. അങ്ങനെ അവസ്ഥയിലുണ്ടാവുടെ ദുഃഖമേ, യാ ഹസ്രതൻ ഓ ദുഃഖമേ, ഓ ദുരവസ്ഥയെ, അലൽ ഇബാദ് ചില ആൽമാർ. എങ്ങനത്തെ ആൽമാരാണ്? മാ യഅതീഹിം മിർ റസൂലിൻ, അങ്ങുക്ക് ഏതെങ്കിലും ഒരു റസൂൽ അങ്ങുക്ക് വന്നിട്ടായെങ്കിൽ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, ആ റസൂലിന്റെ കൊണ്ടിട്ടു അങ്ങ് പരിഹസിച്ചിട്ടല്ലാട്ടെ ഒരു റസൂലും അങ്ങനെ മുട്ട വന്നിട്ടില്ല. തമാശ ആക്കാണ്ടെ, ആ റസൂലിന്റെ ഒരു തമാശ രൂപത്തിൽ കാണാണ്ടെ, റസൂലിന്റെ പിന്നെ ഒരു സില്ലിയായിട്ട് കാണാണ്ടെ ഒരു റസൂലും വരാത്തെ ഒരു സമൂഹത്തോ ഒരു അവസ്ഥയെ, ദുരവസ്ഥയെ, അതൊരു അങ്ങനെ ഒരു പരിസ്ഥിതിയെ ചൊന്നിട്ട് അല്ലാഹു തആല ചൊന്നിട്ടില്ല. ഏതൊരു റസൂൽ വന്നിട്ടെങ്കിൽ ആ റസൂലിന്റെ സീരിയസ് ആയിട്ട് കാണാണ്ടെ, ആ റസൂലിന്റെ വേണായതുപോലെ അംഗീകരിക്കാണ്ട് ഒപ്പാണ്ടെ റസൂലിന്റെ തമാശാക്കയുടെ രൂപത്തിൽ കാണങ്ങനത്തെ ഒരു സമൂഹത്തെ ദുരവസ്ഥ അത് ചൊന്നു തീർക്കാവാത്ത ദുരവസ്ഥ അല്ല. ദുനിയാവിലും നമുക്ക് വലിയ നഷ്ടാണ് അതുകൊണ്ടുണ്ടാവിടെ. ആഖിറത്തിൽ പിന്നെ ചൊല്ലോണ്ടില്ലല്ലേ, വലിയ ശാശ്വതമായ ലോകത്തിൽ വലിയൊരു നഷ്ടാണ് നമുക്കുണ്ടാവിടെ. അപ്പൊ ഏതൊരു നബി ഒരു സമൂഹത്തേക്ക് വന്നിട്ടെങ്കിൽ ആ നബിയുടെ ആശയങ്ങൾ, ആ നബിയുടെ വ്യക്തിത്വത്തെ കളിയാക്കിടാറുണ്ടായെങ്കിൽ അല്ലെങ്കിൽ പരിഹസിക്കാറുണ്ടായെങ്കിൽ അത് വലിയൊരു ദുരവസ്ഥയായിട്ടിക്കറ്, വലിയൊരു നാശമായിട്ടിക്കറിട്ടാണ് അല്ലാഹു തആല പഠിപ്പാട്ടെ. അത് ഞങ്ങൾ ഈ കഴിഞ്ഞ ചൊന്ന ഈ റായത്തെ ആൽമാർ അത് അനുഭവിക്കണമായിട്ട് ബന്ധ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പണ്ട് മുന്നത്തെ എത്ര സമൂഹങ്ങൾ അത് അനുഭവിച്ചിരാറ്. നബി അമ്പിയാക്കന്മാരെ കളിയാക്കടെ, അമ്പിയാക്കന്മാരെ പരിഹസിക്കരെ ചൊല്ലത് അത് മനുഷ്യ കുലത്തെ സ്റ്റാർട്ടിങ് മുതൽ ബന്ധങ്ങനത്തെ ഒരു വിഷയട്ടിക്കരു. നൂഹ് നബി അലൈഹിസ്സലാം പോലും പരിഹാസത്തിന് കാരണം, നൂഹ് നബി അലൈഹി ഇസ്ലാമോട് പോലും പരിഹസിച്ചിരാറ്, കളിയാക്കിടാറ്. അങ്ങനെ പിടിച്ചിട്ട് എല്ലാ അമ്പിയാക്ക് ഏതൊരു നബി വന്നെങ്കും ആ നബിയുടെ സ്വീകരിക്കേണ്ട ആൾമാർ വളരെ തുച്ഛമായിട്ടുള്ള അങ്ങനത്തെ കൊറോടിയായിട്ടുള്ള അങ്ങനത്തെ ആൾമാരായിട്ടില്ല. ബാക്കിയുള്ള ആൾമാരെല്ലാം അങ്ങനെ പരിഹസിക്കണ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കാട്ടില്. ഇന്റുകും ഞങ്ങളെ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഹസിക്കടങ്ങനത്തെ, നബി തങ്ങളെ വ്യക്തിത്വത്തെ കീഴാക്കി കാട്ടങ്ങനത്തെ ഒരു ആ ഒരു സ്വഭാവ ഇന്റെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നമുക്ക് കാണുക. അത് കേവല
മുസ്ലിമീങ്ങാണ്ട് മാത്രല്ല, മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരിങ്ങ പോലും ബാലക്കിമാർ പോലും ദീന്റെ പല കാര്യങ്ങ തമാശാക്കടങ്ങനത്തെ ഒരു റൂപ്പാണ് കാണ്ട്. ദീന്റെ നല്ലൊരു വേഷ ധരിച്ചു പോണ്ടങ്ങനത്തെ ഒരു പെണ്ണിടെ കാണുമ്പോ ആ പെണ്ണിടെ തമാശാക്കടെ ഒരു സ്വഭാവമാണ് ചില ആൾമാർക്കാട്ട്. ഒരു തലക്ക് ഹിജാബ് ഇട്ടിട്ട അല്ലെങ്കിൽ നല്ലൊരു ദീനിയായ ഒരു വേഷം ഇടുമ്പോ അങ്ങനെല്ലാം ഇങ്ങ പണ്ടത്തെ ആൾമാരാണ്. ഇങ്ങ പുതിയ അപ്ഡേഷൻ ആയിട്ടില്ല, ഇങ്ങ പുതിയ കാലത്ത് ഇന്നും വന്നിട്ടില്ല. ഇങ്ങ പണ്ടത്തെ കാലത്തിലെ ഉള്ളാറ് ചെന്നിട്ട് അങ്ങനെ തമാശാക്കിടാറ്. അത് യഥാർത്ഥത്തില് ആ വ്യക്തിയുടെ തമാശാക്കിടൽ യഥാർത്ഥത്തില് ഞങ്ങളെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ തമാശാക്കടതായിട്ട്. കാരണം ആ തങ്ങ പരിപാടി അങ്ങനത്തെ ആശയാണല്ലത്. അതുപോലെ ദീന്റെ നിയമങ്ങ പാലനാക്കട അങ്ങനത്തെ ആൽമാരെ തമാശാക്കിടെ, 5 വക്ത് കറക്റ്റ് നിസ്കരിക്കട ആൽമാരെ അങ്ങനെ സൂഫിങ്ങ ആ രൂപത്തിൽ എന്തെങ്കിലും ചൊന്നിട്ട് കളിയാക്കടെ, തമാശാക്കടെ. അതുപോലെ ആർത്ഥികമായിട്ടുള്ള വിഷയത്തിൽ, പൈസത്തെ കാര്യത്തെ വിഷയത്തിൽ കൃത്യമായ രൂപത്തിൽ പോണ്ടങ്ങനത്തെ ആൽമാരെ തമാശാക്കടെ. ദീന്റെ പല നിയമങ്ങളെല്ലാം തമാശാക്കടെ. ഇതെല്ലാം ഇണ്ട് വ്യാപകമായിട്ടുള്ള യാറായിട്ടുള്ള അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടിരിക്കും. അത് വല്ലാതെ അപകടം പിടിച്ചങ്ങനത്തെ അപായകാരിയായ അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടിരിക്കും. യഥാർത്ഥത്തിൽ അത് അതൊരു ആ വിഷയത്തെ മാത്രം ഞങ്ങൾ കളിയാക്കൽ, യഥാർത്ഥത്തിൽ അത് നബിയുടെ കളിയാക്കലായിട്ടിരിക്കും, നബിയുടെ തമാശാക്കലായിട്ടിരിക്കും. ആ നബി പടിപ്പാട്ടി ആശയല്ലേ, ആ നബിയുടെ തമാശാക്കലായിട്ടിരിക്കും. അങ്ങനെ സമൂഹത്തിൽ വന്നങ്ങനത്തെ അമ്പിയാക്കന്മാരെ തമാശാക്കിയെങ്കിൽ അതിരെ തിക്ത ഫല, അതിരെ ഒരു ദുരന്ത ഫല എങ്ങനെ അനുഭവിക്കിടാറ് ചെന്നിട്ടുള്ള ഒരു നിദർശന അതുക്കുള്ളങ്ങനത്തെ ഉദാഹരണമായിട്ടിക്കറ് അള്ളാഹു താല ഈ സൂറത്ത് യാസീനിൽ നമുക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. നാശാണ്, സർവനാശാണ് അതുകൊണ്ടുണ്ടാവിടെ. ദുനിയാവിലും നാശയിട്ടിക്കറ്, ആഖിറത്തിലും നാശയിട്ടിക്കറ്. ഖുർആന്റെ പല ആയത്തുങ്ങൾ അള്ളാഹു താല നമുക്ക് പഠിപ്പാട്ടി തന്നിട്ടുള്ള വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക് ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. ഓ നബിയെ, നിങ്ങളെ മുന്നിൽ ബന്ധങ്ങനത്തെ പല അമ്പിയാക്കന്മാരും കളിയാക്കപ്പെട്ടിട്ടിന്നാർ, അങ്ങ തമാശ ആക്കപ്പെട്ടിട്ടിന്നാർ. എന്തൈത്ത് ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അങ്ങനെ തമാശ ആക്കടാൽമാർ എന്തൊരു കാര്യം കൊണ്ടിട്ട് അങ്ങനെ നിങ്ങളെ തമാശാക്കിയാറാ, അല്ലെങ്കിൽ അമ്പിയാക്കന്മാരെ തമാശാക്കിയാറാ, അതുകൊണ്ടിട്ടേ അങ്ങ് നശിച്ചു പോയാർ. അത് അങ്ങനെ നാശത്തുക്ക് വലിയ നാശത്തുക്ക് കാരണായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു സാധാരണ മനുഷ്യറ്റിക്കറ്, നബിത്തങ്ങളെ കുടുംബത്തുക്ക് വലിയ മഹത്വം ഇല്ല എന്ന് ചൊല്ല ആൾമാറുള്ളാർ. നബിത്തങ്ങളെ മുടിക്ക് ബറക്കത്തൊന്നുമില്ല, നബിത്തങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കെന്തും വലിയ ബറക്കത്തില്ല. ഇങ്ങനെ ഞങ്ങ ഇന്നലെ വിശദീകരിച്ചിരുന്ന ഈ ഒരു സ്വഭാവ അത് കുഫുറിന്റെ ഒരു സ്വഭാവമായിട്ടിക്കറത് അല്ലെ. ഈ സൂറത്ത് യാസീനിൽ വന്ന അങ്ങനത്തെ അമ്പിയാക്കന്മാരെ തമാശയാക്കുമ്പോ, അങ്ങനെ എതിർക്കുമ്പോ ആൽമാർ എന്തൊരു ചൊന്നേ, ഇൻ അന്തുമില്ല ബഷറും മിസ്ലുന, ഞങ്ങളെ പോലത്തെ സാധാരണ മനുഷ്യന്മാരല്ലേ ഉണ്ടാണ്. അപ്പൊ സാധാരണ മനുഷ്യന്മാർ ചൊന്നിട്ട് അമ്പിയാക്കന്മാരെ ചൊല്ലത്, അമ്പിയാക്കന്മാരെ തടി അത് ഖബറിൽ ജീർണിക്കറിട്ടും അമ്പിയാക്കന്മാരെ തടിക്കൊന്നും വലിയ മഹത്വം ഇല്ല എന്ന രൂപത്തിലല്ല ഉള്ളങ്ങനത്തെ വാദങ്ങ മുസ്ലിം ചൊല്ലങ്ങനത്തെ ആൽമാർ ഇടയിലുണ്ട് വന്നോണ്ടുണ്ടല്ലേ. അതെല്ലാം അത് വളരെ വലിയ അപായകാരി അങ്ങനത്തെ വാദയിട്ടിക്കർ. അല്ലാഹു തആല ഖുർആനിൽ ചൊന്നിട്ടുള്ള വമിൻഹുമുല്ലദീന യുഉദൂന നബിയ്യ വയഖൂലൂന ഹുവ ഉദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രാക്കട ആൽമാറുള്ളാർ. അത് ശാരീരികമായ ഉപദ്രം ഉണ്ടാവുന്നില്ല, മാനസികമായിട്ടും ഉപദ്രാക്കട ആൽമാറുള്ളാർ. അങ്ങനത്തെ ആൽമാർ വല്ലദീന യുഊദൂന റസൂലല്ലാഹി ലഹും അദാബുൻ അലീം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപദ്രാക്കട ആൽമാർ അങ്ങു വലിയ ശക്തമായ വേദനാജനകമായ ശിക്ഷ ഉണ്ടു. അങ്ങു നബിത്തങ്ങളെ കുടുംബത്തിന് വലിയ മഹത്വം ഇല്ല ചൊല്ലത് നബിത്തങ്ങു മാനസികമായിട്ട് ഉപദ്രാക്കലായിട്ടിക്കറ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ പടിപ്പാട്ടി തന്നല്ലേ, നിങ്ങളിട്ട ഞാൻ എന്തും പ്രതിഫല കേട്ടോണ്ടില്ല, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നന്റെ കുടുംബത്തെ നിങ്ങ പിർസബേക്കൊന്നു ചൊല്ല ഒരു കാര്യമല്ലാണ്ട് നിങ്ങളിട്ട് എന്തും നാണ് ഒരു പ്രതിഫലമായിട്ട് കേക്കില്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നു.
ഖുർആനിൽ അല്ലാഹു തആല നബിത്തങ്ങളുടെ ചൊല്ലുപാട്ടിറ. അങ്ങണിക്കുമ്പോ നബിത്തങ്ങളെ കുടുംബത്തെ വലിയൊരു ബഹുമാനത്തോടു കൂടെ കാണ്ടതിരെ ഒരു തമാശ രൂപത്തിൽ കാണ്ടത് അത് നബിത്തങ്ങു മാനസികമായിട്ട് ഉപദ്രാക്കടങ്ങനത്തെ സംഗതി ഇട്ടിക്കറ്. അങ്ങനെ നബിത്തങ്ങളെ ഉപദ്രാക്കടങ്ങു ശക്തമായ ശിക്ഷ ഉണ്ടുണ്ടാണ് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ. ഈ പിന്നൊരായത്തിൽ അല്ലാഹു തആല ചൊല്ല യാ അയ്യുഹല്ലദീന ആമനു ലാ തകൂനു കല്ലദീന ആദൗ മൂസാ ഫബറഅഹു അല്ലാഹു മിമ്മാ ഖാലു വകാന ഇൻദല്ലാഹി വജീഹാ. ഓ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ, കാഫിരീങ്ങളെ വിളിക്കറല്ല. മുഅ്മിനീങ്ങളെ ലാ തകൂനു കല്ലദീന ആദൗ മൂസ, മൂസാ നബി അലൈഹിസ്സലാമുടെ ഉപദ്രാക്കിയ ആൽമാരെ പോലെ നിങ്ങൾ ആവണ്ട. മുഅ്മിനീങ്ങളിട്ടാണ് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ. മൂസാ നബി അലൈഹിസ്സലാമുടെ ഉപദ്രാക്കി അങ്ങനത്തെ മൂസാ നബിയുടെ ഉപദ്രാക്കിയ നിങ്ങൾ ശാരീരികമായിട്ട് ഉപദ്രാക്കിയല്ല, മൂസാ നബിക്ക് മാനസികമായിട്ട് വലിയ തൊന്തര കിറുക്കുള കൊടുത്തങ്ങനത്തെ ആ സമൂഹത്തെ പോലെ നിങ്ങൾ ആയിരണ്ട. എങ്ങനെ അത് മൂസാ നബിക്ക് അങ്ങ് കിറുക്കുള കൊടുത്തേ? മൂസാ നബി അലൈഹി ഇസ്ലാം ചൊന്ന പോലെ കേട്ടോണ്ടില്ലാത്ത മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു കാര്യമാക്കു നിങ്ങൾ അതിന് നേരെ എതിരാക്കടേ. മൂസാ നബിയുടെ അനുയായി കണ്ട് ചൊന്ന ആൾമാരെ അങ്ങനെ ആക്കിക്കൊണ്ടിരുന്നാൽ അത് മൂസാ നബി അലൈഹി ഇസ്ലാമുകു വലിയ മാനസികമായിട്ട് വലിയൊരു നൊമ്പൽ ഉണ്ടാക്കണം അങ്ങനത്തെ വിഷയത്തിൽ ആ രൂപത്തിൽ നിങ്ങൾ ആയിരണ്ട. അപ്പൊ ദീന്റെ കാര്യങ്ങ നിങ്ങ ഒരു ബലക്കെടുക്കാണ്ടെ ഒരു ഒട്രാസി നങ്ങ ജീവിച്ചോണ്ട് പോയി മുസ്ലിം ചൊന്നിട്ട് നടന്നിട്ട് ഒട്രാസി നങ്ങ ജീവിക്കുമ്പോ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു മാനസികമായിട്ട് വലിയ നൊമ്പൽ ഉണ്ടാക്കുന്ന സംഗതി ഏറ്റിക്കരുത്. അപ്പൊ അത് നബിത്തങ്ങളെ ഒരു നൊമ്പലുണ്ട് ആ രൂപത്തിൽ നബിത്തങ്ങളെ നൊമ്പലാക്കിടങ്ങ പരിഹസിക്കിടങ്ങ അങ്ങക്ക് വലിയ നാശം ഉണ്ടുണ്ടാണ് ഈ സൂറത്ത് യാസീൻ അല്ലാഹു തആല പഠിപ്പാട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഒരു കിതാബിൽ വിശദീകരിക്കുന്ന ഒരു സംഭവം കാണും. അമ്പിയാക്കന്മാരെ നബിമാരെ കളിയാക്കി അതിരെ ഒരു ദുരന്ത ഫലം എന്തിരൈറ്റിക്കട് ചൊല്ലു എന്തിരൈറ്റിക്കറിട്ട് സൂചിപ്പിക്കണങ്ങനത്തെ ഒരു സംഭവം. മുഗൾ രാജാക്കന്മാർ ഭരിക്കണങ്ങനത്തെ ഒരു കാലത്തില് ഇന്ത്യത്തിൽ മുഗൾ രാജാക്കന്മാർ ഇന്നാരല്ല ആ മുഗൾ രാജാക്കന്മാർ ഭരിക്കുന്ന കാലത്ത് അണ്ടത്തെ മുഗൾ രാജപരമ്പരയിൽ നിന്നങ്ങനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അയാള് എന്തൈത്ത് മുസ്ലിം ആയിട്ട് ഇന്നങ്ങനത്തെ ഓർത്ത അവണു നസ്രാനി ക്രൈസ്ത ധർമ്മം സ്വീകരിച്ചിട്ട് നസ്രാനി ആയിപ്പോയ. അങ്ങനെ പ്രധാനപ്പെട്ട വ്യക്തി ആയപ്പ അണ്ടത്തെ റായത്തെ ആൽമാരെല്ലാം കൂടിയാർ. അങ്ങനല്ലേ ഒരാള് ഇസ്ലാമുക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടാവുമ്പല്ലേ ഇവിടെ ആൽമാരല്ല അതിക്ക് സപ്പോർട്ടായിട്ടല്ല കൂടേ. അങ്ങനെ ആൽമാരെല്ലാം കൂടിയാർ. അങ്ങനെ ആൽമാർ കൂടിയപ്പ അതില് ആ ആൽമാർ കൂട്ടത്തിൽ ഓർത്ത ഈ ഒരു ആവേശത്തില് ഇസ്ലാമുക്ക് വിരുദ്ധമായിട്ടുള്ള അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇങ്ങനെ ഉണ്ടാവണം അങ്ങനത്തെ ടൈമല്ലേ. അപ്പൊ ഓർത്ത് എന്താക്കിയ അവൻ ഇതിലൊരു ആവേശത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കട രൂപത്തിൽ പരിഹസിക്കട രൂപത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുക തുടങ്ങി. പല വിഷയങ്ങൾ ഇങ്ങനെ ചൊല്ലുക തുടങ്ങി. അങ്ങനെ ചൊന്നോട്ടിക്കിടയിലാണ് അവിടെ ആ രാജസദസ്സരെ അവിടെ ആ രാജാക്കന്മാരെ ദർബാറെ കാവലുകുബേനായിട്ട് നിപ്പാട്ടിന് അങ്ങനത്തെ ഒരു നായി, നല്ല സാധാരണ കാവലുക നിപ്പാട്ടുന്ന നായി, നല്ല ദഷ്ടപുഷ്ടമായിട്ടുള്ള നായി ഇട്ടിക്കൽ. അങ്ങനെ ഈ വ്യക്തി ഇങ്ങനെ തമാശാക്കിയിട്ട് നബിത്തങ്ങനെ തമാശാക്കിയിട്ട് അവന്റെ ഒരു പ്രസംഗം നടത്തുമ്പോ ആ നായി പെട്ടെന്ന് ഓടി വന്നിട്ട് ഓണ്ട മേൽ അറ്റാക്ക് ആക്കിയിട്ട് അറ്റാക്ക് നല്ല രൂപത്തിലാണ് അത് ആക്രമണാക്കി. പെട്ടെന്ന് അവിടെ ചുറ്റുമുത്തലുള്ള ആൾമാരെല്ലാം നായിടെ പിടിച്ചിട്ടല്ല വലിച്ചാറ് അവന്റെയും രക്ഷപ്പെടുത്തിയാർ. അങ്ങനെ നായിടെ കൊമ്പോയിട്ട് പിന്നെയും അതൊരു ജാഗത്തിൽ കെട്ടിവിട്ടാർ. പക്ഷേ ഈ നായുടെ ആക്രമണം ഉണ്ടായിട്ട് പോലും ഈ മനുഷ്യ അതിലൊരു പാഠ പഠിക്കാണ്ടെ പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തമാശാക്കുന്ന രൂപത്തിൽ പിന്നെയും പലക്കുവാര് തുടങ്ങി. പിന്നെയും അവന്റെ ആവേശയാറെ ഓന്റെ പ്രസംഗം ഇങ്ങനെ ഇനിയും കണ്ടിന്യൂ ആവുമ്പോ നായി പിന്നെയും അവിടെ ആ കെട്ടല ഗിൽച്ചിട്ട് നായി പിന്നെയും ഒന്നുകൂടി ആവേശത്തിൽ വന്നിട്ട് ഓന്റെ കൽത്ത് പിടിച്ചിട്ടാണ് കൽത്ത് കടിച്ചിട്ട് ഓന്റെ കീലിട്ടിട്ട് അവിടെമേ അവന്റെ ഖലാസാക്കി വിട്ടിട്ടാണ് ചരിത്രത്തിൽ കാണേണ്ടത്. ആ നായികു പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുടെ രൂപത്തില് കാണുക സാധ്യയില്ല. നബിത്തങ്ങളെ തമാശാക്കട രൂപത്തില് ഒരു പ്രസംഗ ഒരു പലക്കങ്ങ കേൾക്കുക നായിടെ കൊണ്ടും സാധിക്കുക സാധ്യയില്ല. ഈ ഒരു സന്നിവേശ കണ്ടകത്തെ ആ
സഭയില് കൂടി അങ്ങനത്തെ എത്ര ആയിരക്കട്ടല ആൽമാർ ഇസ്ലാം സ്വീകരിച്ചാറിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് കാണുക അവിടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു വ്യക്തിത്വത്തെ, പരിശുദ്ധമായ വ്യക്തിത്വത്തെ കീഴായിട്ട് കാണ്ടേ നബിത്തങ്ങളെ ബാപ്പ ഉമ്മമാര് അങ്ങ രക്ഷപ്പെട്ട ആൽമാരല്ല ചൊല്ലത്. ഇത് വലിയ സീരിയസ് ആയ അപായക്കാരി എങ്ങനത്തെ ഒരു വാദായിട്ടിക്ക്. നബിത്തങ്ങളെ ബാപ്പ ഉമ്മമാരൊന്നും സ്വർഗത്തല്ലാണ്ട് എന്തൊരു നൊമ്പലുണ്ടാക്കുന്ന ഒരു വിഷയമാണത്. ഞങ്ങളെ ബാപ്പ ഉമ്മമാരെ സ്വർഗത്തല്ലാണ്ട് ഞങ്ങളിട്ടാരട്ടെ വന്ന് ചൊന്നിട്ടായി ഞങ്ങ എത്ര അർസമുണ്ട്, ഞങ്ങ എത്ര ഒരു ഉൽഗത്തിൽ ഞങ്ങൾക്കൊരു ബേജാറും അർസവും ഉണ്ടാവും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇടീ നബിത്തങ്ങ ജീവിച്ചിറമേ എത്രമ ആൽമാർ നബിത്തങ്ങളെ ഉമ്മത്ര ഇടീ സ്വർഗത്ത് കൂട്ടി പോകുവാനായിട്ടാണ് നബിത്തങ്ങ ജീവിച്ചിരമയുടെ. നബിത്തങ്ങ സ്വന്തத்துக்கு വേനായിട്ട് ഒരിക്കലും ജീവിച്ചതല്ല. നബിത്തങ്ങളെ കൗമുടെ നബിത്തങ്ങളെ ഉമ്മത്തിരെ ഇടീ സ്വർഗത്ത് കുട്ടി പോകുവാനായിട്ടാണ്. അങ്ങനത്തെ നബിത്തങ്ങളെ ബാപ്പ ഉമ്മയുടെ മേ നബിത്തങ്ങ് സ്വർഗത്ത് കുട്ടി പോകാവില്ല, അല്ലെങ്കിൽ ബാപ്പ ഉമ്മമേ സ്വർഗത്തുക്ക് പോണ്ടില്ലേ എന്ന് ചൊല്ലിട്ടായെങ്കിൽ അത് നബിത്തങ്ങളെ മനസ്സിಗೆ എത്ര ഒരു നൊമ്പലുണ്ടാക്കും. അപ്പൊ അങ്ങനത്തെ വാദങ്ങളെ ചൊല്ലത് അത് ഒരു നാശത്തുക്ക് കാരണമായിട്ടിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കുക അവിടെ സൂറത്ത് യാസീനിൽ. അപ്പൊ അമ്പിയാക്കന്മാരെ വ്യക്തിത്വത്തെ കീഴായിട്ട് കാണണ്ടേ, അങ്ങനെ തമാശയാക്കടെ, അങ്ങനത്തെ ആശയത്തല്ല ഒരു തമാശയായിട്ട് കാണണ്ടേ, അതൊരു സീരിയസ് ആയിട്ട് കാണാട്ടെ തമാശ രൂപത്തിൽ കാണേണ്ടത് ചൊല്ലത് വലിയൊരു അപകടകാരിയായി ഇങ്ങനത്തെ ഒരു വിഷയട്ടിക്കിട്ടാണ് അള്ളാഹു താല പഠിപ്പാട്ട്. എന്നിട്ട് അള്ളാഹു താല ചൊല്ലട അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. അലം യറൗ അങ്ങ് മനസ്സിലാക്കില്ലേ, കം അഹ്ലക്നാ ഖബ്ലഹും അങ്ങനെ കാണും ഒന്നുള്ളൂ അങ്ങ് നശിപ്പിച്ചിരല്ലേ, എത്രമാ നശിപ്പിച്ചിരല്ലേ, മിനൽ ഖുറൂനി എത്രമാ സമൂഹത്തിനങ്ങ് നശിപ്പിച്ചിരല്ലേ അങ്ങ് മനസ്സിലാക്കില്ലേ, എത്രമാ സമൂഹത്തെ അങ്ങ് നശിപ്പിച്ചിട്ടില്ലേ. അന്നഹും ഇലൈഹിം ലാ യർജിഊൻ എങ്ങനത്തെ സമൂഹമായിട്ടിക്ക് ആ സമൂഹം ഒരിക്കലും ഇനി തിരിച്ചു പറയാത്ത രൂപത്തില് ആ സമൂഹത്തിനങ്ങ് നാശാക്കി വിട്ടിട്ടില്ലേ എന്നങ്ങ് മനസ്സിലാക്കില്ലേ എന്ന് ഈ അള്ളാഹുത്താല ഇവിടെ ചെന്നോട്ടില്ല. ആ സമൂഹത്തൊട്ടിಗೆ കേട്ടോണ്ടില്ലാണ്, ഇപ്പൊ നശിപ്പിച്ച സമൂഹത്തൊട്ടിಗೆ അള്ളാഹുത്താല കേട്ടോണ്ടില്ലേ. എന്നാൽ അത് വേറെ രൂപത്തിൽ ഞങ്ങളിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞങ്ങൾ മനസ്സിലാക്കണം എന്തിനെ ഞങ്ങളെ കാണും മുന്നിൽ ബന്ധങ്ങനത്തെ എത്രമാ സമുദായത്തെ, എത്രമാ കാലത്തിൽ ഇങ്ങനത്തെ സമൂഹങ്ങളെ അമ്പിയാക്കന്മാർ അനുയായിയായിട്ട് ബന്ധങ്ങത്തെ എത്രമാ സമൂഹത്തെ അള്ളാഹു താൽ നശിപ്പിച്ചറ. കാരണം എന്തേ നശിപ്പിക്കൂല? കാരണം അമ്പിയാക്കന്മാരെ അങ്ങ് തമാശാക്കിയാറ്, അങ്ങ് പരിഹസിച്ചാറ് ആ അമ്പിയാക്കന്മാർ ചൊന്നതുപോലെ കേട്ടില്ലേ. അങ്ങനെ നശിപ്പിക്കപ്പെട്ടങ്ങനത്തെ ആ സമൂഹങ്ങല്ല അങ്ങ് ഒരിക്കലും ഇനി ദുനിയാവുക തിരിച്ചു പണ്ടില്ല. അങ്ങനെ ദുനിയാവുടെ കാലെല്ലാം കഴിഞ്ഞു പോയിട്ട് പിന്നെ അങ്ങ് എവിടെ പണ്ടാറ് അങ്ങെല്ലാരും നങ്ങല മുട്ട അങ്ങ് ഹാജറാവിടാറ്. നങ്ങല മുട്ട എല്ലാവർക്കും ഹാജറാവുകൊണ്ടു കഴിഞ്ഞു പോയ നശിച്ചു പോയ അങ്ങനത്തെ എല്ലാ ആൽമാറും ഒരു ആളും വിടാട്ടെ എല്ലാ ആൽമാർക്കും നങ്ങല മുട്ട ഹാജറാവുകൊണ്ടു. അതൊന്നും അങ്ങ് മനസ്സിലാക്കല്ലേ. അത് മനസ്സിലാക്കിയെങ്കിൽ മനുഷ്യകു പിന്നെ ദുനിയാവുടെ ഊഡ്രോ ഒന്നും വേണ്ടണ്ടാവും. പിന്നെ ആ അമ്പിയാക്കന്മാർ ചൊന്നതുപോലെ കേക്കാണ്ടാവും. അമ്പിയാക്കന്മാരെ എതിർകൊണ്ടാവിടങ്ങനത്തെ എല്ലാ അഹങ്കാരങ്ങ എല്ലാ പിന്നെ കളിയാക്കടങ്ങനത്തെ സ്വഭാവവും അമ്പിയാക്കന്മാർ വിരുദ്ധം ഉണ്ടാവിടങ്ങനത്തെ ബെടക്ക് സ്വഭാവമല്ല ഉണ്ടാവില്ല. കാരണം എന്തിരെ അത് ദുനിയാവുടെ മോഹയാറവിടാണ്. ഹുബ്ബുദ്ദുനിയ ദുനിയാവുടെ മോഹ, ദുനിയാവുടെ ആശങ്ക, ദുനിയാവിലെ ചെമ്മക്കാലം ജീവിക്കണു ചൊല്ല ഒരു മോഹ, ദുനിയാവുക്ക് വേണായിട്ട് ജീവിക്കണങ്ങനത്തെ ആ ഒരു സ്വഭാവം ഉണ്ടാവുമ്പോ അമ്പിയാക്കന്മാർ ചൊന്നതെന്തും ഒരു വിഷയായിട്ട് ഒരു ബലായിട്ട് കാണില്ല, അതൊക്കെ ഒരു ബലയുന്നത് പോലെ കാണില്ല. അതേ ടൈമിലും ആഖിറത്ത് യാറ ഇമ്പോർട്ടൻസ് കൊടുക്കിടങ്ങ, അള്ളാഹുടെ മുട്ട ഹാജറാവുകൊണ്ടു ചൊല്ലെ ബോധത്തിൽ ജീവിക്കിടങ്ങ അങ്ങ കണ്ടിത്തായിട്ടും അമ്പിയാക്കന്മാരെ നബിമാരെ ഫോളോ ആക്കിട ആൽമാര് ആവിടാറിട്ടാണ് അള്ളാഹു താല ഈ ഭാഗത്തിൽ സൂറത്ത് യാസിന്റെ ഈ ഭാഗത്തിൽ അങ്ങ് പഠിപ്പാട്ടി തന്നിട്ടില്ലേ. അപ്പൊ ഏകദേശം 1.25 പേജ് അല്ലെ 1.5 പേജത്തോളം അള്ളാഹു താല ഈ പിന്നെ ആ റായത്തെ അമ്പിയാക്കന്മാർ വന്നങ്ങനത്തെ റായത്തെ സ്റ്റോറി ചെന്നിട്ടു അതിലെ ഒരു
ആ സ്റ്റോറിയിൽ നിന്ന് പഠിക്കണായ ഒരു പാഠം കൂടിയാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് അള്ളാഹു താല ചൊന്നി. ഇനി വേറെ വിഷയത്തിലാണ് അള്ളാഹു താല കടന്നിട്ടില്ലേ. അള്ളാഹു താല ഞങ്ങ ചൊന്നതും കേട്ടതെല്ലാം സ്വാലിഹായ അമാലായി സ്വീകരിക്കുമാറാകട്ട്. പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയില്ലേ, ഈ ഞങ്ങളെ ക്ലാസ് സംഘടിപ്പിക്കടങ്ങനത്തെ വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക് അത് കർണാಟಕದಾದ್ಯಂತ ಬಾರಿ ഫേമസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സംസ്ഥയായിട്ടിക്കറ്. അതിലെ ഒരു പ്രധാനപ്പെട്ട കോഴ്സു അത് ഓൺലൈനിൽ പ്രീ സ്കൂൾ ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനത്തെ പ്രീ സ്കൂൾ ചൊല്ലതായിട്ടിക്കറ്. അതിൽ ഒരു പ്രധാനപ്പെട്ട നടന്നുകൊണ്ടുള്ള ഇപ്പത്തെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ്. അപ്പൊ നിങ്ങളെ ഔത്തുലു ചെറിയ മക്കങ്ങ പ്രീ സ്കൂൾ ലെവലിൽ പഠിക്കോകു ആയിട്ടുള്ള അങ്ങനത്തെ ഒരു 3-4 വയസ്സ് എത്തിയത്തെ മക്കങ്ങൾ ഇക്കുവാർ. അപ്പൊ എന്റെ പുറത്തുള്ള ഓഫ്ലൈൻ ആയിട്ട് കടത്തത് ചൊല്ലത് വലിയ ഫീസും ഇല്ല അങ്ങനത്തെ, അതുപോലെ ഭാരി കഷ്ടമുള്ള അങ്ങനത്തെ വിഷയമായിട്ടിക്കറ്. അപ്പൊ അങ്ങനത്തെ നോക്കൂ, ചെറിയ മട്ടത്തുള്ള അങ്ങനത്തെ ഫീസോട് കൂടെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ എഡ്യൂക്കേഷൻ കിട്ടുന്ന അങ്ങനത്തെ ഒരു പ്രീ സ്കൂൾ ಶಿಕ್ಷಣ ವ್ಯವಸ್ಥೆ ಆയിട്ടിക്കರು വിസ്ഡം വേൾഡ് പ്രീ സ്കൂൾ നെറ്റ്വർക്ക്. അതിലെ ഒരു അഡ്മിഷൻ ഇപ്പൊ സ്റ്റാർട്ട് ആയിട്. അപ്പൊ അഡ്മിഷൻ ആക്കുകയല്ല ഉദ്ദേശിക്കിടങ്ങ അതിരെ പിന്നെ ആൽമാറായിട്ട് കോണ്ടാക്ട് ആവുകു പ്രയത്ನ ಹಾಕೋರು. അള്ളാഹു താല ഖൈറായ എല്ലാ കാര്യം ആക്കുക നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.